നിങ്ങൾക്ക് ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അഡിക്ഷൻസ്, ഹാപ്പിനെസ് ഇതിൻ്റെയൊക്കെ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 2 ഗ്രാഫ് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രാഫ് 1, ഗ്രാഫ് 2. അതിൽ ഫസ്റ്റ് 1 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്താ വെച്ചാൽ ഈ ഡ്രഗ്സ്, പോണ്, സ്ക്രോളിങ് ഇങ്ങനത്തെ പോലെയുള്ള നമുക്ക് ഇൻസ്റ്റൻ്റ്ലി ഗ്രാറ്റിഫൈങ് ആയിട്ടുള്ള ആദ്യം പ്ലഷർ തരുന്ന സംഭവങ്ങളെ കുറിച്ചാണ്. സെക്കൻഡ് 1 ഹാർഡ് വർക്ക്, റീഡിങ് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഈ ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി പറയുന്നത് എന്താ വെച്ചാൽ എന്തൊരു ഇമോഷണൽ സ്റ്റിമുലസ് നടക്കുകയാണെന്നുണ്ടെങ്കിലും, ഒരു ഇമോഷൻ ഉണ്ടാക്കുന്ന എന്ത് സാധനം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് എ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ഇമോഷൻ ഉണ്ടാവും, പിന്നെ അതിന് ഫോളോഡ് ആയിട്ട് അതിനൊരു ഓപ്പോസിറ്റ് ഇമോഷനും ഉണ്ടാവും ഏതൊരു സംഭവം നടക്കുകയാണെങ്കിലും. അപ്പോൾ നമുക്കൊരു പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, അതിൻ്റെ ഒരു റിലീഫ് ഉണ്ടാവും. നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് നമുക്ക് വരും. നമുക്ക് പ്ലഷർ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പെയിൻ ഉണ്ടാവും. ഇങ്ങനെ എന്തൊരു ഇമോഷൻ നടക്കുകയാണെങ്കിലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇമോഷൻ ഫോളോ ചെയ്താണ്ട് വരും എന്നാണ് ഈ ഒപ്പോണൻറ്റ് പ്രോസസ് തിയറി പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ആദ്യം അയാളത് യൂസ് ചെയ്യുമ്പോൾ അയാൾക്ക് നല്ല രീതിയിൽ പ്ലഷർ കിട്ടും, അതിന് കിട്ടുന്ന പെയിൻ കുറവായിരിക്കും, പിന്നെ അയാൾ ബേസ് ലൈനിലേക്ക് തന്നെ എത്തും. പക്ഷേ അയാളതൊരു 100ാമത്തെ പ്രാവശ്യം അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്ലഷറിൻ്റെ അതേ ലെവലിലേക്ക് എത്തുന്നത് അതിൻ്റെ പെയിൻ എന്ന് പറയുന്നത്, ഇമോഷൻ ബി എന്ന് പറയുന്നത്. പിന്നീട് അയാളത് കുറേ പ്രാവശ്യം യൂസ് ചെയ്ത് കുറേ 1000th ടൈമൊക്കെ എത്തിയെന്നുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന പ്ലഷർ വളരെ കുറവായിരിക്കും, പക്ഷേ അതിന് വരുന്ന പെയിന് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ഇയാൾ പിന്നെ എന്താ ചെയ്യുക വെച്ചാൽ, ഇവിടെയാണ് അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ രീതിക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഇതിൽ നിന്നുള്ള പെയിൻ, അതായത് ഒരു നോർമലായി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പെയിൻ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ അയാൾ ആ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും പിന്നെ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാവില്ല. എന്നാൽ ഇതേ സമയം ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാം, നല്ല കാര്യങ്ങളിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊരു ഇമോഷൻ ഉണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഒരു ഇമോഷൻ ഫോളോ ചെയ്യുന്നതാണല്ലോ പറഞ്ഞത്. അതേസമയം നമ്മളൊരു ഹെൽത്തി പെയിനിലാണ് എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫോളോ ആയിട്ട് ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു ജോയ് അതിന് നമുക്ക് കിട്ടും. അത് എക്സാമ്പിളാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ റീഡ് ചെയ്യുന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ ആദ്യം നമുക്ക് പെയിൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അൺകംഫർട്ടബിൾ ആയിരിക്കും, അതിന് നമുക്ക് ചെറിയ സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളതിങ്ങനെ പോകെ കുറേ ടൈം ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് പിന്നീട് എന്താവും, ആ ഒരു പെയിനും ആ ഒരു പ്ലഷറും ഏകദേശം അല്ലെങ്കിൽ ആ ഒരു ജോയ് ഈക്വലൈസ് ആവും. പിന്നീട് ഒരുപാട് കാലം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പെയിന് വലിയൊരു പെയിൻ അല്ലാതെ തോന്നും, വലിയൊരു ഡിസ്കംഫേർട്ട് ഉണ്ടാവില്ല. എന്നാൽ അതേസമയം അതിന് കിട്ടുന്ന ജോയ്, ഫുൾഫിൽമെൻറ്റ് നമുക്ക് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഈ ഡേവിഡ് ഗോഗിൻസിനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, എന്നും മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഹാർഡ്ഷിപ്പിലൂടെ കടത്തി വിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂപ്പര് ലൈഫിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മൂപ്പര് നോർമൽ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താവും, കുറച്ചുകൂടി മുകളിലേക്കാണ് സാധാരണ ആൾക്കാരെക്കാട്ടും കൂടുതൽ. So engage more in delayed gratification and healthy pain and you will definitely live more quality life.